ये चावल है, अंडे की भुर्जी है, ये दही है, ये अचार है और ये नमक है। एंडा पेड़ी उबेदाने उबेदाने मेरा घर और सुनो मेरा घर टिकरी में है മലയാളത്തിൽ में എന്റെ വീട് टिकरीയിലാണ് മലയാളം समझ एक बार बोलिए एंडा पेंडा ആത്തി ആനക്ക് ഹിന്ദിയിൽ ആത്തി എന്നിട്ടാ പറയാ ഒരു അപ്പം കടൽ ചെങ്ങായിനോട് വേറെ ചെങ്ങായി ചോദിച്ചു ഇവിടുന്ന് വന്ന് ചോദിച്ചപ്പോൾ ഓൻ പറഞ്ഞു പാകിസ്ഥാനാണ് ഞാനോട്ട് രാജസ്ഥാനാണ് പറഞ്ഞു കേട്ടോടത്ത് പാളി മിക്കവാറും ഇപ്പോൾ ഇവിടെ ഒരു കലഹം നടക്കും. ഹായ് എല്ലാ അച്ഛന്മാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ള എവിടെ അറിയാം മധ്യപ്രദേശിലാണ് കേട്ടോ. മധ്യപ്രദേശിലൊരു അടിപൊളി പൂന്തോട്ടത്തിലാണ് നിൽക്കുന്നത്. ആകെ പൂക്കളാട്ടോ. മഞ്ഞ നിറത്തിൽ പൂവ്, ഓറഞ്ച് നിറത്തിൽ പൂവ്. ഇതിലിപ്പോൾ ഓറഞ്ച് കളറും മഞ്ഞ കളറായിട്ടാണ് സെയിം ആയിട്ടുള്ളത് കാണുന്നത്. എന്താ അറിയില്ല, ഇങ്ങനെ പിടിക്കുമ്പോൾ കാണണ്ടോ ഇപ്പോൾ ഒരു ഓറഞ്ച് വെക്കുന്നില്ല. പൊളി കാഴ്ചയാണ് കേട്ടോ. മധ്യപ്രദേശിൽ നമ്മളിപ്പോൾ കുറച്ച് കയറിയിട്ടുള്ളൂ. ഒരു 100-150 കിലോമീറ്റർ 200 കിലോമീറ്റർ ഒക്കെ പോന്നിട്ടുള്ളൂ രാജസ്ഥാനിന്. പിന്നെ അപ്പോൾ നല്ല തണുപ്പാണ്, എപ്പോഴും കോടമഞ്ഞാണ്. സമയം എത്രയാണ്? സമയം 11:21 ആയിട്ടും എന്താ പറയുക, ഒരു ഭയങ്കര തണുപ്പാണ് കേട്ടോ. 1 fish 30,000. ഓ 30,000. 1 fish 1 ये 5-10 लाख रुपया ही. 1 2 3 4 खाली पट्टा 10 लाख रुपया. 10 लाख 10 ലക്ഷം റുപ്യ കേട്ടോ. ലക്ഷങ്ങൾ കൊടുത്തിട്ട് താജ്മഹൽ ഉണ്ടാക്കുന്നത്. यहाँ से ऊपर का वहाँ तो वहाँ से यहाँ तक 10 लाख. 10 लाख. और गांव का यही का पैसा है, बाहर का नहीं. यही गांव में ज़्यादा मुस्लिम. अल्लाह का शुक्र 700 मकान. और हमारा ग्रुप चलता है. 100 रुपये 50 रुपये हर हफ्तावारी. जुम्मे को आता है और जुम्मे को जमा होता है. वो बोर्ड पे लिखा देखा होगा ना आपने. ഗൈസ്, നമ്മളിപ്പോൾ ഇന്നലെ രാത്രി മുതൽ വക നല്ല അടിപൊളി ഫുഡ് അജ്മീർ പോകുന്ന ടീമിൻ്റെ വക. ഇന്ന് നേരം വെളുത്തിട്ട് ഇവിടുത്തെ കോൺട്രാക്ടർ വക, സൂപ്പർവൈസർ വക നല്ല ചായയും 3-4 ലഡ്ഡു ഒക്കെ കിട്ടിയിട്ടോ. പിന്നെ നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടോ. നമ്മളിത് ആക്രോണ്ട് പോയി വാങ്ങണമല്ല, ഹോട്ടലിൽ നിന്ന് കഴിക്കാഴ്ച വലിയ നിർബന്ധിക്കും പറ്റൂല, ചെന്ന് മണ്ടിക്കാന്നൊക്കെ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി പള്ളിയിൽ പോവുക, പാക്ക് ചെയ്യുക, നേരെ അടുത്ത പ്ലേസ് പിടിക്കണം കേട്ടോ. പോവല്ലേ, टिकरी പിടിക്കാം അല്ലേ. भैया कितना किलो? 50. अभी हमको ओनली 2 पीस चाहिए अभी हीट करने का. अच्छा वाला 2. गाइस वही उड़नीളം इष्टम പോലെ आधा घंटा नहीं चाहिए, ओनली 2. देखो कितना 2 पीस. बड़ा छोटे? बड़ा. अच्छा है, निकाल लो. ഗൈസ് വഴി ഉടനീളം ഫുള്ള് അടക്കപ്പായ കേട്ടോ. നമ്മുടെ നാട്ടിലെ അടക്കം. अभी कट करो मसाला इधर है ना. ओके अभी कितने रुपये को? ये 30 का हुआ है. ഓക്കെ 30 റുപ്യേനെ മുതലാട്ടോ. രണ്ട് അടിപൊളി സംഭവം. 30 कर दो ना उसको. അപ്പോൾ നമുക്കിവിടെ എന്താണ് ഇത് മുറിച്ച് സെറ്റാക്കി തരും കേട്ടോ. മസാല ഉണ്ട് കേട്ടോ. മസാല ഒക്കെ തേച്ച് തരും കേട്ടോ. നമ്മുടെ നാട്ടിലുമായിട്ടുള്ള സംഭവമല്ല ഇത്. മറ്റേ ആപ്പിളിനാട്ടിയും വലുപ്പമുണ്ട് കേട്ടോ. അത് അടക്കപ്പായാണ്, പക്ഷേ മനസ്സിലാവില്ല ഒറ്റയടിക്കും. പീസാക്കി തരുന്നുണ്ടോ ആള്? मसाला ഉണ്ടാക്കുക സമയം ഇപ്പോൾ ഒരു 1 മണി 1:30 ആയിട്ടോ. നല്ല വിശപ്പൊന്നുമില്ലെങ്കിലും നല്ല ക്ലൈമറ്റാണ് കേട്ടോ. വെയിലൊക്കെ ഉണ്ട്. ചൂടൊക്കെ തട്ടുമ്പോൾ ഒരു സുഖമാണ് കേട്ടോ. ഉള്ള ആൾക്കാർ സാധാ ജാക്കറ്റ് ഇട്ട ആൾക്കാരുണ്ട്, സാധാ ഒരു ഇന്നർ ഇട്ടുണ്ടാവും ഉള്ളിലും പുറത്തൊക്കെ ആയിട്ട്. ഇവിടുത്തെ ഉരുളക്കിഴങ്ങ്, മുളക്, ബജിൻ്റെ മുളകുണ്ട്, ചെറുനാരങ്ങ ഉണ്ട്, തക്കാളി, മറ്റേ വെറൈറ്റി തക്കാളി, നാടൻ തക്കാളി, ഇഞ്ചി, ചെറിയ വെളുത്തുള്ളി, വഴുതന, പച്ച ചെറിയ വഴുതന. ഇതൊക്കെ വെറൈറ്റി ആണല്ലോ. അങ്ങനെ ഇത് കൈപ്പക്ക നോക്കി, കൈപ്പക്ക
ചെറിയ കയ്പൊക്കെയാണ് കേട്ടോ, ചെറിയ കയ്പക്ക. നമുക്ക് രണ്ട് ചായ പറയാം ഏതായാലും. भैया ये क्या है? वो तो पूरा ड्रेस वाइट കളർ. ഇപ്പോൾ കണ്ടില്ലേ ഒരു ടീംസിനെ, ആ ടീംസാണ് ജൈന മതക്കാരാണ് കേട്ടോ. വെള്ള ഫുള്ള് വെള്ള ബാഗ്, വെള്ള ഷൂ, വെള്ള തട്ടം, ഫുള്ള് വെള്ള സാരി ഒക്കെ വെള്ള. അത് ആ മതത്തിലെ ഏതോ വലിയ ടീംസാണ്, ജൈന മതക്കാരാണ്. ഇവിടെയൊക്കെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ റോഡ് കൂടെ വലിയ നടക്കണ കാണാൻ, ഒരു ലോങ് ഇഷ്ടം പോലെ ആൾക്കാർ ഇങ്ങനെ നടക്കണ കാണലില്ല കേട്ടോ. അപ്പോൾ അപ്പോഴൊന്നും മനസ്സിലായില്ല, ഞാൻ കരുതി ക്രിസ്ത്യൻസാന്ന് കരുതി. പക്ഷേ അല്ല കേട്ടോ, ജൈന മതക്കാരാണ്. നമ്മളെ നാട്ടിലില്ലാത്ത മതങ്ങളില്ല കേട്ടോ. ബുദ്ധമതം ഉണ്ട്, ജൈനമതം ഉണ്ട്, അങ്ങേതല്ല സിഖ് മതം ഉണ്ട്, ഹിന്ദുസ്, മുസ്ലിംസ്, എല്ലാ ടീംസും ഉണ്ട് കേട്ടോ. ഇനി പല ജാതി ആൾക്കാരുള്ള നാടാണ് ഇന്ത്യ. അപ്പോൾ യാത്ര മുന്നോട്ട്. പിന്നെ ഇതേ ഒരു നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്നൊരു സംഭവമാണല്ലോ മറ്റേ ബാൻഡ്. അതായത് എന്ത് ബാൻഡ് എന്ന് വെച്ചാൽ നമ്മൾ നാടക ട്രൂപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു വണ്ടിയാണ് ഈ കാണുന്നത്. വണ്ടി ഏത് വണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ വേറൊരു വണ്ടിയും കൂടി ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അതായത് ഇതിൻ്റെ ഉള്ളിൽ ഇതേ സ്റ്റിയറിംഗ് സെൻറ്ററിലാണ് വരുന്നത്. ഈ വണ്ടി ഒരു വെറൈറ്റി വണ്ടിയാണത്. ഉള്ളിലാണ് ഒരു ജീപ്പ്. ഈ ജീപ്പിൽ കുത്തിരുന്നാണ് വണ്ടി ഓടിക്കുന്നത്. ഈ കണ്ട സാധനമൊക്കെ പിന്നെ വർക്ക്ഷോപ്പ് കയറ്റിയിട്ട് പണിച്ച സംഭവമാണ് തോന്നുന്നത് കേട്ടോ. അത് വലിയൊരു വണ്ടിയല്ല, ശരിക്കും ജീപ്പ് ഇക്കോലത്തിലാക്കിയതാണ്. ജീപ്പിൻ്റെ പുറമെ ഒരു ജനറേറ്റർ, എല്ലാ സംഭവം ഉണ്ട്. അപ്പോൾ ആ വീട്ടിലെ ചേച്ചി വന്ന് നോക്കുന്നുണ്ട് എന്താണ് സംഭവം എന്നുള്ളത്. हाँ देखा है. हिंदी में क्या बोलते हैं एलिफेंट को? हाथी. क्या बोलते? हाथी. हाथी. ആനക്ക് ഹിന്ദിയിൽ ആത്തി എന്നാട്ടാ പറയാ. ഒരു ബെല്ലുമണി തൂക്കിയിട്ടുണ്ട്, അതിന് പുറത്തൊരാളുണ്ട്. आप किधर जा रहा हो अभी? बस जा रहे हैं पावागढ़. कल को सेवा भगत. हाँ जो बने मनी पैसा नहीं है हमारे पास. हाँ ज़्यादा नहीं, 50 रुपये. कोई नहीं है भैया. हाँ अरे भैया पैसे ഉണ്ടാ ചോദിക്കണേ, പൈസ നമ്മുടെ അടുത്തില്ലല്ലോ. क्या? പിന്നെ പൈസ നെയ്യ് പോലെ. ടീക്ക് എല്ലാവരും ഒരു ഗ്രാമത്തിലൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി ഭംഗിയുള്ള ഗ്രാമമാണ് കേട്ടോ. ചുറ്റുവട്ടം ചെറിയ ചെറിയ മലകളും പിന്നെ ചെറിയ ചെറിയ കുടിലുകളും ഇതിലൊക്കെ ജീവിക്കുന്ന ഇജാതി മൺവീടുകളും ഓലപ്പുരകളും ഒക്കെയാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഇജാതി പറ്റ ഒരു ആർഭാടം പറഞ്ഞ സംഭവമല്ല, പണിയെടുത്തിട്ട് ജീവിക്കുന്ന ആൾക്കാരാട്ടോ. ഒരു തരികടിയും തട്ടിപ്പും ഇല്ലാത്ത ആൾക്കാരാണ്. വീടിൻ്റെ ഒക്കെ അവസ്ഥ ഫുൾ മണ്ണാണ് കേട്ടോ. മണ്ണ് വെച്ചിട്ടാണ് പണിയത്. ഇഷ്ടികം കൂടിയല്ല, ഇഷ്ടികയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സംഭവം. പിന്നെ അതുമില്ല, നല്ല രസമാണ് കേട്ടോ. ഇവിടെ അങ്ങനെ പോകുമ്പോൾ പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ പോകാൻ നല്ല വൈബാണ്. പിന്നെ അടിപൊളിയാണ്. വേറെ ലൈഫ്, വേറെ ഒരു നാട്ടിൽ കൂടെ ഒരു ടച്ചും ഇല്ല കേട്ടോ നമ്മളെ നാടായിട്ട്. നീലാകാശം പച്ചക്കളർ ചുവന്ന ഭൂമി, അതിലെ ബൈക്ക് ആ ബുള്ളറ്റും കൊണ്ട് പോകുന്ന ആ സെയിം റൂട്ടായിട്ട് എനിക്കിങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ. നല്ല സെയിം ഫീല് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഒരു പഞ്ചറടക്കാരൻ ആണി റോഡിലിട്ടാണ് പഞ്ചറാക്കിയിട്ട് പഞ്ചറടക്കാൻ പോകുന്ന ഒരു ഏരിയ പോലൊക്കെ ഉണ്ട് കേട്ടോ കണ്ടിട്ട്. പക്ക ലോക്കൽസ് എന്ന് പറഞ്ഞാൽ പക്ക ലോക്കൽസ്. അടിപൊളി നാടാട്ടോ. ആൾക്കാരെ കണ്ടില്ലേ ബൈക്കുമ്പോൾ മരമൊക്കെ കയറ്റി പോണ്. പക്ഷെ അവിടെയൊക്കെ TV ഉണ്ട് കേട്ടോ. പക്ഷെ അതുകൊണ്ട് തന്നെ പോലെ വേറെ ലെവലാണ് ഏതായാലും. ബേക്ക് സമൂസ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ മിച്ചറുണ്ട്, ഉള്ളി ഉണ്ട്, കുറേ സോസ് ഉണ്ട്, പിന്നെ മറ്റേ സാധനം തന്നെ കേട്ടോ സമൂസൻ്റെ മേലെ ഉണ്ടാവുന്ന സാധനം. അത് പൊടിഞ്ഞു പോകും. നമ്മൾക്ക് ഇതാക്കിയിട്ട് ഒന്നും ആയിട്ടുള്ള തന്നെ 2-3 ഉണ്ട് കേട്ടോ. പപ്സ് മാതിരിയുള്ള സംഭവമാണ്. പക്ഷെ ഉള്ളു പപ്സായിട്ട് ഏലത്തൂടെ പോലെ കേട്ടോ. മിച്ചറൊക്കെയാണ്, അതിൽ ഞങ്ങൾ പലജാതി മിച്ചർ. അപ്പോൾ കഴിച്ചോട്ടോ. കൊഞ്ഞോ കേട്ടോ. അതെ ഗായ്സ്, നമ്മളിപ്പോൾ ഇവിടെ ഉള്ളതെന്ന് അറിയോ, നമ്മൾ ഈ പള്ളിയിൽ ഒരു ദിവസം കടന്നിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാണ് പള്ളി. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഭാഗം എനിക്ക് കറക്റ്റ് ഓർമ്മയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് കുട്ടികളുണ്ട്. ഇവിടെ വന്നപ്പോൾ തന്നെ ഭയങ്കര ചാട്ടം കളി വല്ല അറിയാട്ടോ. ഇവരൊക്കെ നമ്മളെ പരിചയമുണ്ട്. നമ്മൾ കുറച്ച് മുട്ടായി മേടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് വന്നപ്പോൾ നമ്മൾ കുറച്ച് മുട്ടായി മേടിച്ചിട്ടുണ്ടായിരുന്നു. गोलू
അപ്പോൾ നമുക്ക് ഫുഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ പുടുത്ത മുട്ട ഫുഡൊക്കെ ഉണ്ടാക്കിക്കിട്ടുള്ളൂ. सब भूल जाए പടച്ചോനെ, ചോറ് ചാറ് എൻ്റെ മോനെ ഇജാതി സാധനങ്ങൾ അറിയാം. ഇതൊക്കെ നമ്മക്ക് വേണ്ടി കൊടുക്കുന്നതാണ് കേട്ടോ. ഇത് തിന്ന് തിന്ന് മരിച്ചല്ലോ ഒന്ന്. ചാവൽ, ये चावल है, अंडे की भुर्जी है, ये दही है, ये अचार है और ये नमक है और ये रोटी है. ഇത് നമ്മുടെ നാട്ടിലുള്ള സംഭവം തന്നെയാണ്. തൈ അറിയാം, അതായത് നമ്മളെ മോരും കറി ഉണ്ടല്ലോ, മോരും കറി ആ സാധനം ഇവരുടെ നാട്ടിൽ വേറെ ടേസ്റ്റാണ്, മറ്റ് ഡിഫറെൻ്റ് ആണ്. പക്ഷെ ആ ഒരു അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന സംഭവം തന്നെയാണ് अरे കേട്ടോ. क्या देख के आ रहे हो? खोलो और खाने बैठो यार तुम भी. അച്ചാർ അച്ചാർ ये पूरी ये क्या है? ये क्या है? अचार अचार क्या अचार? मांगा, मैंगो. मैंगो शेक का अचार है. ये क्या है? ये नमक. ഓ നമക്ക്. ഇത് ഉപ്പാണ് കേട്ടോ, ഉപ്പ്. കേരള में ഉപ്പ് बोलते हैं, ഉപ്പ് ഉപ്പ്. ये चावल केरला में वो उसको केरला में क्या बोलते हैं मालूम है इसको? क्या? चोर. चोर. चोर क्या ये है? चोर. और इसको ये मुट्टा. मुट्टा. अंडा और बोला अंडे मुट्टा. उसको ये रोटी है ना इधर, हाँ. इधर चपाती. चपाती. और गोश्त को ये हाँ गोश्त गोश्त गोश्त. गोश्त बोलते. हाँ डल्ली. ये बोलते इसका रियल नाम मोर करी. कड़ी कड़ी का करी बोलते. ये क्या है? ये ज्यादा सामान आता है. चावल. ഓ, വീണ്ടും ദാൽ ചാവൽ. അച്ഛാ, ഇത് പരിപ്പും കറി കേട്ടോ. പരിപ്പും കറിക്കാണ് ദാൽ എന്ന് പറയുന്നത്. लड़ाई भी नहीं करता. यू बोला मीठा मीठा. मीठा. और कालिया इतनी देर का मतलब समझते हो? ये मीठे का मतलब समझते हो? बिगड़ा हुआ है. छह नंबर ऐसे ऐसे छह वो है. അവര് ഭയങ്കര തമ്മിൽ കളിയാക്കൽ കേട്ടോ. ഇവന് 9 ആണെന്നൊക്കെ പറഞ്ഞാണ്ട് കളിയാക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ഗേ. ഈസ് യുവർ ഫ്രണ്ട്? हाँ फ्रेंड. ഓക്കെ. इधर क्या बोलना चाहिए? तेरी मम्मी बुला रही. किससे? मम्मी बुला रही. जाओ जाओ जाओ. ये हमारी लाला गैंग है. हाँ. सब मतलब हमारी लाला गैंग है यहाँ की. तो कुछ बोल रहे? ये कुछ नहीं बोल. कौन है लाला? कौन है? लाला गैंग है हमारी. गैंग. गैंग. ओ हो बड़ा गैंग. क्योंकि हमारे आईडी फ्री फायर की मुझे फॉलो करना है. फ्री फायर की है मेरी. फ्री फायर का आईडी है? हाँ. पबजी का आईडी नहीं? पबजी नहीं खेलता. नकली गेम नहीं खेलता. वो छोटा खेलते ही फोन में नहीं ना. चलता है. फ्री फायर में मेरी इलेशा आईडी है. अरे बेटा डरी गई. इलेशा आईडी. अब അങ്ങനെയൊക്കെയാണ്. आपको तुम പറയാനല്ലേ? आप क्या कहना चाहते हो? कहीं भी बोल दे. मेरे पापा का नाम अमजद है. मेरे पापा का नाम हमफुद्दीन शेख है. देखो हम माय नेम इज आतिफ शेख. അത് ശരി. मारते कम घिसड़ते ज्यादा. ഗൈസ്, അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടപ്പ്. വശം അവരുടെ പേരൊക്കെ മനസ്സിലായി. വേറെ ഒന്നും മനസ്സിലായില്ല. ये दोस्त ഇവര് ലാല ടീമാണ്, ലാല ഗ്യാങ് ആണ്. പിന്നെ जिलानी ग्रुप. ആ ജീലാനി ഗ്രൂപ്പാണ്. പിന്നെന്താ? क्या बोल रहे हो तुम? गालियां तो नहीं दे रहा. देखो मीठे का मतलब समझते हो? ये मीठे का मतलब समझते हो? बिगड़ा हुआ है. छह नंबर ऐसे ऐसे छह वो है. അവര് ഭയങ്കര തമ്മിൽ കളിയാക്കൽ കേട്ടോ. ഇവന് 9 ആണെന്നൊക്കെ പറഞ്ഞാണ്ട് കളിയാക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ഗേ. क्रिकेट खेलते हो? ഉബൈദാണ്. उबेदाने. मेरा घर. मेरा घर. और सुनो, मेरा घर टिकरी में. मेरा घर ठिकरी में है. മലയാളത്തിൽ में എൻ്റെ വീട് एंड वीणे टिकरीയിലാണ്. ठिकरीलाने. മലയാളം समझ. एक बार बोलिए. हमें भी एंड पेंड. बाद में पहले शेर सुनाएगा. अदा क्या है? अदा मतलब अदा मतलब निगाह मतलब यार मतलब प्यार मतलब अदा मतलब निगाह मतलब यार मतलब प्यार मतलब बता मतलब कहाँ जाऊँ जहाँ जहाँ जाऊँ जाऊँ वहाँ वहाँ मतलब. ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് മധ്യപ്രദേശിലൊരു മന്ത്രിജി പറഞ്ഞിട്ടുള്ള ഒരു കടയിലാണ്. നമ്മളതിന് മുന്നേ ഇവിടെ വന്നിട്ട് വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 10-15 ദിവസം മുന്നേ കേട്ടോ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഉള്ള സൽമാൻ സുൽത്താൻ തന്നെയാണ്. പിന്നെ അവരുടെ കുറേ കടയിൽ കുറേ ആൾക്കാരുണ്ട്. ഇവരൊക്കെ വീഡിയോ എടുക്കാൻ പറഞ്ഞേ. അപ്പോൾ ഞാൻ നെയ് പൂച്ചേക്കാനോ उसका फोकस करना. समीर भाई बता दे. तुम अपने नाम बताओ. अब्दुल्ला अपना नाम बताओ. एमपी में सबको पानी यही पिलाता है. वन साइड
അപ്പോൾ അതെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഇവിടെ നമ്മളൊക്കെ പള്ളിയുള്ള ആൾക്കാർ തന്നെയാണ്. അതേപോലെ ഒരു കട വന്നായിരുന്നു.